നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സഞ്ജയന അറിയിപ്പാണ്. ഞങ്ങളുടെ ഏക മകൾ കീർത്തി സുനുകുമാർ 22 വയസ്സ് 2024 മെയ് 10 വെള്ളിയാഴ്ച പുലർച്ചെ നിര്യാതയായ വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. 18/5/2024 നടക്കുന്ന ഞങ്ങളുടെ ഈ ചടങ്ങിൽ താങ്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥന. 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കീർത്തിയുടെ സഞ്ജയന അറിയിപ്പിന് താഴെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളാണ് വച്ചിരുന്നത്. സ്വന്തം മകളുടെ മരണാനന്തര കർമ്മമായ സഞ്ജയന കത്തിൽ പേര് വെക്കേണ്ടി വന്ന ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയവേദന എത്രത്തോളമായിരിക്കും? കീർത്തി മോളുടേത് ഒരു അപകട മരണമല്ല, ആത്മഹത്യയല്ല. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി എന്ന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അശ്രദ്ധയാൽ, അനാസ്ഥയാൽ സംഭവിച്ച ഒരു മരണം. കീർത്തി ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അനുഭവപ്പെട്ട ഒരു തലവേദന. തുടർന്ന് കീർത്തിയുടെ സുഹൃത്തുക്കളും മാതാപിതാക്കളും എത്തി മഹാത്മാ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ പെയിൻ കില്ലർ നൽകി പറഞ്ഞയച്ചു. എന്നാൽ 5 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കുട്ടിക്ക് തലവേദന ഉണ്ടാകുന്നു. അതേ ആശുപത്രിയിലെത്തി ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോർമലാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കീർത്തിക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. മെഡിക്കൽ രംഗത്ത് പേര് കേട്ട ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് എത്തിച്ചത്. ന്യൂറോ ഡോക്ടർ സന്ദീപ് പത്മനാഭനെ കണ്ട് ഡോക്ടർ പരിശോധിച്ചു. കുഴപ്പമില്ല എന്ന് പറയുന്നു. ശേഷം സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഐശ്വര്യയുടെ അടുത്തേക്ക് അയച്ചു. ഡോക്ടർ മാനസിക പിരിമുറുക്കത്തിനുള്ള എന്തോ ഒരു മരുന്ന് നൽകി വീട്ടിലെത്തിയപ്പോൾ വീണ്ടും അസഹനീയമായ തലവേദന തിരിച്ചു വരുന്നു. വീണ്ടും ആസ്റ്റർ മെഡിസിറ്റിയിലെത്തി വീണ്ടും ബ്ലഡ് ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നു. എല്ലാം നോർമൽ ആണെന്ന് ഡോക്ടർ പറയുന്നു. കുട്ടിക്ക് വേദന കൂടിക്കൂടി വരുന്നു. ഇതേ ആശുപത്രിയിലെ തന്നെ ഡോക്ടർ ഗീത ഫിലിപ്പ്, ഡോക്ടർ ഐശ്വര്യ മോഹൻ തുടങ്ങിയ വിവിധ ഡോക്ടർമാരെ കാണുന്നു. വീണ്ടും നിരവധിയായ ടെസ്റ്റുകൾ തുടരുന്നു. കുട്ടിയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു. കീർത്തി മോൾക്ക് ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത വേദന, സംസാരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. MICUവിൽ ആക്കി 12 മണിക്കൂർ മോണിറ്റർ ചെയ്ത ശേഷം നോക്കാമെന്ന് ഡോക്ടർ നിർദ്ദേശം. ഡോക്ടർ ഐശ്വര്യ മോഹൻ കീർത്തിയുടെ അച്ഛൻ സുനുകുമാറിനെ വിളിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ സൈക്യാട്രി IP ഇല്ല, അതിനാൽ ഈ സംവിധാനമുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നറിയിക്കുന്നു. തുടർന്ന് കീർത്തിയെ റെനെ മെഡിസിറ്റിയിൽ എത്തിച്ചു. അവിടെ ഡോക്ടർ വിവേക് പരിശോധിച്ചു. ഡോക്ടർ ഉറങ്ങാനുള്ള മരുന്ന് നൽകി. കുട്ടി ഉറങ്ങി. ഭക്ഷണം പോലും കഴിക്കാൻ ഉണരാതെയുള്ള ഉറക്കം. പിന്നീട് കീർത്തിക്ക് ഡ്രിപ്പ് നൽകുന്നു. അർദ്ധരാത്രി 12 മണിയോടെ കീർത്തി മോൾ മരണപ്പെടുന്നു. കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ അശ്രദ്ധയാൽ പൊലിഞ്ഞു പോയ ഒരു ജീവൻ. ഡോക്ടർ ഗീത മേരി ഫിലിപ്പ്, ഡോക്ടർ ഐശ്വര്യ S മോഹൻ, ഡോക്ടർ സന്ദീപ് പത്മനാഭൻ കൃത്യമായ MRI ടെസ്റ്റുകൾ നടത്താതെ മൈഗ്രെയിന് മരുന്ന് നൽകി സൈക്യാട്രി പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് അവസാന ഘട്ടത്തിൽ റെനെ മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്ത് കുട്ടിയുടെ ജീവൻ എടുത്തത് നിങ്ങൾ തന്നെയാണ്. ഈ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സെറിബ്രൽ എഡംസ്, സ്വെല്ലിംഗ് ഓഫ് ദി ബ്രെയിൻ ആണ് മരണകാരണം. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആസ്റ്റർ മെഡിസിറ്റി മാനേജ്മെന്റും ഡോക്ടർമാരും കീർത്തി മോളുടെ മരണത്തിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.